ഈദ് മുബാറക്. പെരുന്നാളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇതെവിടെയാണ് സ്ഥലം. എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണും. ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. പെരുന്നാളിൻ്റെ തലേന്നാണ് നാട്ടിലെത്തിയത്. വ്ളോഗിലിടട്ടാ, പെരുന്നാൾ വ്ളോഗ് തന്നെ. ടൂഡേ രാവിലെ നമ്മൾ എഴുന്നേറ്റു, പല്ല് തേച്ചില്ല, മട്ടൻ പൊരിക്കാൻ പോകണം മസാലയുടെ. അപ്പോൾ ഇവിടെ വാപ്പായും റീക്കായും എൻ്റെ ബ്രദറും എല്ലാവരും പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എമ്രു എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പം ഉറക്കം കുറവാണ്. പിന്നെ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. വന്നതിൻ്റെ ആ ഒരു ക്ഷീണം ഇതുവരെയും അവ മാറ്റിയിട്ടില്ല. എങ്കിൽ പോലും നല്ല ആക്റ്റീവാണ് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യണമെന്നൊന്നും അറിയാതെ ഇവിടെ നിൽക്കുകയാണ്. മട്ടനൊന്നും ഇല്ലേ? മട്ടൻ ഓർഡറാക്കിയ പോലെ എൻ്റെ ഫുട്ബോൾ പ്ലെയറാണ്. എല്ലാവരും ആ ടേബിളിനടിയിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. ഒരു വെയിറ്റ് നോക്കുന്ന മെഷീൻ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റ് ഈവൻ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. സങ്കടം പായ്ക്കോഞ്ഞപ്പം പോട്ടെ. പൊട്ടിയുണ്ട്, നമ്മൾ വേറെ വാങ്ങിച്ചു കൊടുക്കും. എമ്മൂറിയ പരിപാടി ഒന്ന് കണ്ണ് തപ്പിയപ്പോ പാല് വേണോ? കണ്ടല്ലോ ആ വെയിറ്റ് മെഷീൻ്റെ അവസ്ഥ. എടുത്ത് ഒരെറി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവൻ ഈ പാല് എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കഴുകാൻ വേണ്ടി പോയതാണ്. അപ്പം ബോട്ടിൽ കഴുകി എടുക്കുന്ന ഗ്യാപ്പിൽ ഒരു സൗണ്ട് കേട്ടോ, ഭയങ്കര ഒരു ശബ്ദം കേട്ടപ്പോൾ ഓടി വന്ന് നോക്കിയപ്പോൾ ഞാൻ പോയി ഒരു മിനിറ്റ് ആവുള്ളൂ. വലിയൊരു സൗണ്ട് കേട്ട് ഓടിപ്പോയതാണ്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതിന് എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ കിച്ചണിലെ പരിപാടിയിലാണ്. ആക്ച്വലി നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നത് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു മട്ടൻ കറി മാത്രമല്ല, ഒരു ചിക്കൻ ഫ്രൈയും കൂടെ വെക്കുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും വെക്കുന്നില്ല. പിന്നെ താത്ത ഇന്ന് അവിടെ നിന്ന് എന്തൊക്കെയോ കൊണ്ടുവരാമെന്നുണ്ട്. എന്തൊക്കെയോ അല്ല, ബിരിയാണി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി. പിന്നെ നമുക്ക് വലുതായിട്ട് ഇനി ഒരുപാട്, സാധാരണ പെരുന്നാളിന് ഇങ്ങനെയൊന്നും അല്ല, ഒരുപാട് പലതരത്തിലുള്ള ഡിഷസൊക്കെ കാണും. പക്ഷേ നമുക്ക് അത് ഉണ്ടാക്കാനുള്ള ആവതില്ല. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. വളരെ ലളിതമായ ഒരു പെരുന്നാൾ ആഘോഷം. എമ്രു പിന്നെ വീണ്ടും അവൻ്റെ പരിപാടി ഇതൊക്കെയാണ്. ഇപ്പോൾ കിച്ചണിൽ പുതിയ വീടല്ലേ, അപ്പോൾ കിച്ചണിലൊക്കെ അത് വേറൊരു സ്ഥലവും കൂടെ ആണല്ലോ. കിച്ചണിലൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പോയി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഹാളിലിരുന്ന് കളിക്കലാണ് പണി. വരുവേ, അതങ്ങനെയാണ്. എന്തൊക്കെ പൊട്ടിച്ചെന്നുള്ളതിൻ്റെ ഇപ്പം ലിസ്റ്റ് ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കാം. പോകുമ്പോൾ ഒരു തുക ഏൽപ്പിക്കണം ഇവിടെ, കേട്ടാ? ഒരു തുക ഇവിടെ ഏൽപ്പിച്ചിട്ടേക്ക് തിരിച്ച് ഖത്തറിലോട്ട് പോവാവും. സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചതല്ലേ. വീട്ടിൽ മെഷീനെ എടുത്ത് ഓരറി, അത് തവിട് പൊടിയായി. ഇതോ അവിടെ വാങ്ങിച്ചെന്നല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോ എന്തോന്ന് വെയിറ്റ് നോക്കണ മെഷീൻ എടുത്ത് പൊട്ടിച്ചെന്ന് ഓർഡർ ചെയ്യ്, വേറെ വാങ്ങ്. കമ്പ്യൂട്ടറൊക്കെ എടുത്ത് മരുതോ ബ്ലൂടൂത്ത് പൊട്ടിച്ച് ഇവല്ലേ എറിഞ്ഞ് പൊട്ടിക്കും. അതുകൊണ്ടല്ലേ ചെരുപ്പിട്ടിട്ടിരിക്കണത് അവ എവിടാ. ഞാൻ ചെരുപ്പിട്ട് കൊടുത്തിരിക്കണ ക്ലീൻ ചെയ്ത്. അവ ഫുള്ള് അവിടെ തന്നെ വീണത്. ഇതോ ആ കവറിലാക്കി വെച്ച് വേണം ബോഡി സ്കെയിൽ അളക്കാൻ. ആക്ച്വലി ആ ഒരു വെയിറ്റ് മെഷീൻ എൻ്റെ ബ്രദറിൻ്റെയാണ്. എന്തോ സംഭവം ബോഡി സ്കെയിലോ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയണ കേട്ടോ. അതിനാണ് വേറെ പൊട്ടിച്ചത്. അത് പിന്നെ ഫോണിൽ ആ ഒരു ഡേറ്റയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയൊരെണ്ണം ഞാൻ അപ്പം തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വന്നു. കാരണം ഡെയിലി അപ്ഡേറ്റ് ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നവർക്ക് അവരുടെ അടുത്ത് പറയണ്ടേ ഇവിടെ നടന്ന വിശേഷങ്ങൾ. അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ബ്രദറിൻ്റെ റിയാക്ഷൻ കണ്ടില്ലേ, ആദ്യം ഒന്ന് നെഞ്ച് തകർന്നു. ഇവിടെ കിച്ചണിൽ വന്നപ്പോൾ ഉമ്മ മട്ടൻ ഒക്കെ ആദ്യമേ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടെല്ലാം മസാല ഇടുന്നുണ്ട്. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെ സെയിം റെസിപ്പിയാണ് മട്ടൻ കറിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ഞാൻ എൻ്റെ ബ്ലോഗിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക. ആ ചിക്കൻ റെസിപ്പി തന്നെയാണ് സെയിം ഈ ഒരു മട്ടനിലും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഉമ്മ വയ്ക്കുന്ന മട്ടൻ കറി. പിന്നെ ഇവിടുത്തെ മട്ടൻ കറി വേറെ ലെവലാണ്. നമ്മൾ ഖത്തറിലൊക്കെ ആണെങ്കിൽ ഓസ്ട്രേലിയൻ മട്ടനൊക്കെയാണ് കൂടുതലും കിട്ടാറുള്ളത്. ഇന്ത്യൻ മട്ടൻ കിട്ടും, ഓസ്ട്രേലിയൻ മട്ടനും ഉണ്ട്.
എന്നാലും എനിക്ക് അവിടുത്തെ ഇന്ത്യൻ മട്ടൺ എനിക്ക് ഇവിടുത്തെ കഴിക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റായിട്ട് തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം മേടിക്കാറുമില്ല. ചിക്കൻ മാത്രമേ മേടിക്കുള്ളൂ. അതുകൊണ്ട് എൻ്റെ വ്ളോഗിലൊക്കെ ഫുൾ ചിക്കൻ ആയിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ഫ്രൈയും കൂടെ വെക്കുന്നുണ്ട്, മട്ടൻ കറി അല്ലാണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ഞാനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മസാലകളാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടതാണ്, എന്നാലും ഞാനൊന്നുകൂടെ പറയാം. സിമ്പിളാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലയില്ലേ പൊടിച്ചതും, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നാരങ്ങാനീര്, ഉപ്പ്, പിന്നെ കുരുമുളക് വേണമെങ്കിൽ ഇടാം. ചില സമയം ഞാൻ ഇടാറുണ്ട്, ചില സമയം ഇടാറില്ല. ഇതിലിപ്പോൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ഇട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം തീരെയില്ല. അതുകൊണ്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത ഉടനെ തന്നെ പൊരിക്കുകയാണ് ചെയ്യുന്നത്. പൊരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എമ്രുവിനെ ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അവനെ ഫ്രഷ് ആക്കണം, പിന്നെ ഞാൻ ഫ്രഷ് ആവണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ അതിന് മുന്നേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല. അപ്പോൾ അതും കഴിക്കണം. ആദ്യം ചിക്കൻ പൊരിക്കട്ടെ. പൊരിച്ചതിന് ശേഷം നമുക്ക് പൊറോട്ടയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. പിന്നെ മട്ടൻ കറി ഉണ്ടല്ലോ, വേറെ ഒന്നും മേടിച്ചിട്ടില്ല, വച്ചുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് നമ്മളിവിടെ നാട്ടിലെത്തിയത് തന്നെ. അതുകൊണ്ട് പിന്നെ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പോയില്ല. എല്ലാവരും നല്ല ടയേർഡാണ്, ഞാനാണെങ്കിലും ഉമ്മയാണെങ്കിലും. പിന്നെ ബേബിയും കൂടെ ഉള്ളത് കാരണം. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കണ്ടിരിക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി പാത്രത്തിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ എടുത്തിടുമ്പോൾ ഒരു ഒരു സൗണ്ട് വരുമല്ലോ, അത് കേൾക്കാൻ നല്ല രസമാണല്ലേ. എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വാപ്പ, എൻ്റെ കാക്ക എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഉമ്മായും കഴിച്ചു. അപ്പം ഞാനും റീക്കായും കൂടെ, ഞാൻ കഴിക്കാൻ പറഞ്ഞപ്പോൾ നീ കൂടെ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പിന്നെ പൊരിച്ചതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ എമ്രൂന് അവൻ്റെ മാമ എടുത്ത് എൻ്റെ ക്യൂ ചെയ്യുന്നുണ്ട്. അവനവിടെ കരഞ്ഞു വിളിക്കുന്നുണ്ട്, ഇഷ്ടമില്ലാണ്ട്, വേണ്ട എന്നൊന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായിട്ടുണ്ട്. അപ്പം അവിടെ ഇപ്പോൾ ഖത്തറിൽ ഈദാണല്ലോ. അവിടെ ആയിരുന്നെങ്കിൽ വേറൊരു അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഈദൊന്നും കൂടാറില്ല. എല്ലാ പ്രാവശ്യവും നാട്ടിൽ തന്നെയാണ്. ഈദ് സമയമാകുമ്പോൾ വരും. അപ്പോൾ ഇപ്രാവശ്യം വരാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ട്രിവാൻഡ്രത്തോട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് വരാൻ പറ്റി. അപ്പോൾ എമ്മുറിന് ഞാനിവിടെ അതൊക്കെ കഴിഞ്ഞ് ചിക്കനൊക്കെ ഫ്രൈ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് കുളിപ്പിച്ച് റെഡിയാക്കി സുന്ദരനാക്കി. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതല്ല അവൻ്റെ ഈദ് ഡ്രസ്സ്. പിന്നെ ഇവിടെ ചൂടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ ക്ലൈമറ്റ് ചൂട് കാരണം അവന് സെറ്റാവുന്നില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കട്ടി കുറഞ്ഞൊരു ഉടുപ്പ് ഇട്ട് കൊടുക്കാം. ഇതും പുതിയതാണ്, പക്ഷേ ഈദിന് ഞാൻ ഇടാൻ വെച്ചിരുന്ന ഡ്രസ്സ് ഇതല്ല. ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഷർട്ടും നിക്കറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവന് വേറൊരു ഷർട്ടും പിന്നെ അതുപോലെ ഒരു പാൻസും ആണ് പാൻറ്റോണ് എടുത്തിരുന്നത്. പണി അതൊക്കെ കഴിഞ്ഞാൽ കിച്ചണിലോട്ട് പറഞ്ഞിട്ട് ഓരോ ടിന്നായിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകും, മസാലയൊക്കെ ഇട്ട് വെക്കുന്ന. അപ്പോൾ എമ്മുറിന് ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവനെ ഉറക്കി. അവൻ നല്ല സുഖനിദ്രയിലാണ്. കുറച്ച് നേരം ഉറങ്ങട്ടെ. യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം അവനും ഉണ്ട്. അപ്പം അവൻ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ പോയതാ ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കണം. പിന്നെ കിച്ചണിൽ വന്ന് നോക്കിയപ്പം വാപ്പ കുറേ കുബൂസും കത്രിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ താത്ത കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുബൂസൊക്കെ എടുത്ത് എല്ലാം കൂടെ സോട്ട് ചെയ്തൊക്കെ വെക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ. ഇത് നമ്മൾ ഖത്തറിൽ വാപ്പ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ള കുബൂസാണ് കേട്ടോ. വാപ്പ ഇടയ്ക്കിടയ്ക്ക് കുബൂസ് കഴിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് താത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു, താഴെ വരണം, ഞാനിതാ എത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളും തത്തായും ലാൻഡ് ചെയ്തിട്ടുണ്ട്. പോവുകയാണേ. എവിടെ പോണ്? എവിടെ പോണ്? ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണ്. ന്യൂ ഡ്രസ്സൊക്കെ ഇട്ടാ ഷൂ രണ്ടേ മറന്നുപോയാ? ബിരിയാണിയാണോ കൊണ്ടുവന്നത്? നീ വെച്ചതാണോ? ആരുണ്ടാക്കിയത്? എന്താണ് അല്ല ട്വിൻറ്റിനാണാ? അഡ്വഞ്ചർ ഓഫ് ദി ട്വിൻറ്റിനാണാ നീ? അപ്പൊ നോക്കട്ടെ. നോക്കട്ടെ. അടിപൊളി തന്നെ, അടിപൊളി തന്നെ. അപ്പോൾ പിള്ളേർ വന്ന ഉടനെ വാപ്പ
വാപ്പ തന്നെ മേടിച്ച ഗ്ലാസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, സൺഗ്ലാസ്സൊക്കെ. ആരും കേട്ടില്ല, ഒരാൾ അവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ ഞാൻ ഒരു സ്പൈഡർമാൻ കണ്ടല്ലോ എന്നൊക്കെ. എന്തോ ഒരാള് ഞാൻ ഒരു സ്പൈഡർ എന്നിട്ട് നടന്നു പോണേ. ഓ കണ്ണാടി, ഓ അതാണ് ഞാൻ. അല്ല അവ രണ്ടുപേരും കൂടെ ഹീറോ മോനാണെങ്കിൽ ഗ്ലാസ് വെച്ചേക്കുന്ന കണ്ട് അവനെ കളിയാക്കി ഇരുന്ന് ചിരിക്കുകയാണ് രണ്ടും കൂടെ. ഞാൻ വന്നപ്പോൾ എനിക്ക് ലേറ്റായിട്ടാണ് കത്തിയതെന്ന് പറഞ്ഞ് എന്നെയും കളിയാക്കുന്നുണ്ട് എൻ്റെ കാക്ക, എൻ്റെ ബ്രദർ. ഫ്ലാഷ് അടിക്കണം. നമ്മുടെ എമ്മുറുക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഒരാളിരിക്കണതോ അത് കണ്ടില്ലേ? എമ്മറു വന്നാ ഹീറോനെ കാണിച്ചോടെ? എമ്മറുവിനെ വന്നതേ ഉള്ളു ഇപ്പൊ കത്തറിയുന്നു. ആരടുത്ത് പോയി നീ ഉറക്കണീറ്റ്? ഓ ചുമക്ക, ഉറക്കണീക്കുമ്പോ ചുമക്കും. അതെന്ത്? ഇപ്പൊ ചക്കര കുട്ടി അടിക്കും, ഇപ്പൊ പിച്ചെടുക്കും. ഇതുവരെ കണ്ണാടി മാറ്റാ ബൊമ്മയെ പോലെ ഒരാൾ തോടിയിരിക്കുന്ന. ശ്രീകുട്ടി അത് ഉറങ്ങണിരുന്ന് അല്ലല്ലോ, കണ്ണ് തുറന്ന് തന്നെ വെച്ചിരിക്കണ. ഉറക്കം വരണമെന്ന് തോന്നുന്നു. അപ്പോൾ ഹീറോ എമറുനെയും കാട്ടി 4 മാസം മൂത്തതാണ്. 4 മാസം മാത്രമാണ് മൂത്ത കുട്ടി. അപ്പോൾ രണ്ടുപേരും നമുക്ക് ഒരേ പ്രായമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നാറ്. എമറു ആണെങ്കിൽ പക്ഷേ ഇവരൊക്കെ വന്നിട്ട് അത്ര ഒന്നും വലുതായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവൻ ഒറ്റയ്ക്ക് കളിക്കാനൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ താൻ നോക്കുന്നത് സത്യം പറഞ്ഞാൽ ഹീറോനല്ല, അവൻ്റെ കയ്യിലിരിക്കുന്ന ടോയാണ് അവന് കിട്ടാൻ വേണ്ടിയിട്ട്. രണ്ടുപേരും കൂടെ അടുത്തിരുത്തി കൊടുത്തതാണ് എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഈദല്ലേ, സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. അതും താത്ത ഓൾറെഡി പറഞ്ഞിരുന്നു ഈദിന് നിങ്ങൾ വരുമല്ലോ, അപ്പോൾ എന്തായാലും ഈദിന് ഞാൻ അങ്ങോട്ട് എത്തുമ്പോൾ ചിക്കൻ ബിരിയാണിയും കൂടെ കൊണ്ടുവരാമൊന്നും വെക്കണ്ടെന്ന്. അപ്പോൾ അത് നമുക്ക് അത്രയും നല്ല സഹായമായിരുന്നു, നല്ല ഒരു ഹെൽപ്പായിരുന്നു. കാരണം നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ താത്ത നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ സാലഡൊക്കെ കൊണ്ടുവന്ന് അച്ചാറൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം കൂടെ വച്ച് കഴിച്ചു. ഇവൻ ആ ടോയ് കിട്ടാൻ വേണ്ടി കുറേ നോക്കി, ഹീറോ കൊടുത്തിട്ടില്ല, അവൻ്റെ കയ്യിൽ ഇതുവരെയും കിട്ടിയില്ല. അപ്പോൾ കൊണ്ടുവന്ന ആൾ തന്നെ എല്ലാം വിളമ്പി തരുന്നുണ്ട്, പാത്രത്തിലോട്ടാക്കി. അപ്പം എനിക്കെടുത്ത് വെച്ചപ്പോൾ ചോറ് കൂടുതലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വേണ്ടാന്ന് പറഞ്ഞപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്ന പ്ലേറ്റിൽ വേറൊരാൾ ഇത് അടിച്ചു മാറ്റി ആ പ്ലേറ്റ് എടുത്തില്ല, അതിലിരുന്ന ബിരിയാണി കഴിക്കുന്നുണ്ട്. ഞാൻ വന്ന് ചോദിച്ചപ്പോൾ പറയണം അത് കൂടുതലല്ലായിരുന്നു, അതുകൊണ്ട് ഷെയ് തന്നെ എനിക്ക് തന്നു എന്ന്. അങ്ങനെ പിന്നെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഇവർ എന്താണ് കാറിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ബാക്കി 2 കുട്ടി പട്ടാളങ്ങളുണ്ടല്ലോ, അവരാണെങ്കിൽ വെയിറ്റിങ്ങിലാണ്. അവർക്ക് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ കുറേ ടോയ്സ് ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്, അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം താത്തക്ക് 3 മക്കളാണുള്ളത്. മൂത്ത ആളാണ് സെയ്ദാൻ, രണ്ടാമത്തെ ഹാറബ്, മൂന്നാമത്തെ ഹീറോ. അപ്പോൾ ഹാറബാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു സ്പൈഡർമാൻ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പോൾ സ്പൈഡർമാന് വേണ്ടി കറങ്ങി നടക്കുകയാണ്. അവസാനം ചോറൊക്കെ കഴിച്ചാൽ മാത്രമേ തരുള്ളൂ, ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം തരുമെന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. അതിന് മുന്നേ തന്നെ വാപ്പ മേടിച്ച സ്കേറ്റ് ബോർഡും സൈക്കിളും ഒക്കെ 2 പേർക്കും കൊടുത്തു. അപ്പോൾ പിന്നെ ഇവനാണെങ്കിൽ സ്പൈഡർമാൻ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്, പക്ഷേ ഞാൻ കൊടുക്കാതെ എടുക്കുന്നില്ല കേട്ടോ, പാവം. അങ്ങനെ ഞാൻ പിന്നെ വാപ്പ ഇവന് സ്കേറ്റ് ബോർഡ് കൊടുത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ സ്പൈഡർമാന് ഹാർബോനും കൂടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് സന്തോഷം. ഇനി ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ വഴിയേ. അപ്പോൾ അവരിവിടെ സ്പൈഡർമാനും സ്കേറ്റ് ബോർഡും സൈക്കിളൊക്കെ എടുത്ത് വെച്ച് കളിക്കുമ്പോൾ ഇവിടെ വേറൊരാൾ ഇവിടുത്തെ മുരല്യ പാൽ ബോട്ടിലും എടുത്ത് അതും വെച്ച് കടിച്ചടിച്ച് കളിക്കുന്നുണ്ട്. ചാച്ചായും സെയ്താനും കൂടെ എന്തൊക്കെയോ പരിപാടി അതിലുണ്ടായിരുന്ന കുറച്ച് പേപ്പർ പോലെ ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കൂടെ ഇളക്കി എടുക്കുന്നതാണ്, അതെടുത്തതിന് ശേഷം ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇവ എന്തോ കയ്യിൽ വെച്ചിരുന്നു എമ്പറും. അങ്ങനെ തന്നെ ബാബു കയറി നിന്ന് വീഴാൻ പോയേ. ചടവും കേട്ടോ, നിങ്ങളവിടെ ഓക്കെ. അതാണ് സെന്ററിൽ നിൽക്കാം. പോ, അങ്ങനെ തന്നെ പഠിക്കാം. അവൻ കയറണേ അതില് കാല് വെച്ച് നോക്ക്. ബോട്ടിൽ വാങ്ങിച്ച് വെള്ളം കുടിച്ചെന്തിന് കൊടുക്കാൻ. മുണ്ട് സെയ്താന്
അതെന്തോ ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞതാണ്. മുത്തു ഇന്ന് കളക്ട് ചെയ്യണോ എന്തൊക്കെ ഉണ്ട്. ഇതാ ഹീറൂന് ഹെലികോപ്റ്റർ. എന്നാ ചെരുപ്പ്, അതെ ചെരുപ്പുണ്ട്. നില്ല് ഇങ്ങോട്ട് മാറിക്കോട്. ഒരാൾ വണ്ടി വരണം. അവൻ നിക്കണോ? ബേബി നിക്കോ? അവൻ അങ്ങനെ പോണം. അവൻ തനിയെ നിക്കും. അവനെ നിർത്തി അവൻ നിക്കൂല. അങ്ങനെയാണ്. പതുക്കെ പിടിച്ചോ. വാ 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 വാ. അത് പോണോ? കാല് വെക്കുന്നത് അവനറിയാം കേട്ടോ. അവൻ പഠിക്കും. എനിക്ക് തോന്നുന്നു അവിടുത്തെ പിള്ളേർ ഓടിക്കണേ അവൻ കണ്ടിട്ടുണ്ടല്ല. തനിയെ നിക്കോ അവൻ? ആ അതെ, പിള്ളേര് ഓടിക്കണം അവൻ കണ്ടിട്ടുള്ളോണ്ടാണ് കേട്ടാ. അവനറിയാം. അമ്മച്ചി നോക്ക്, അടിപൊളിയെ തനിയെ കയറി നിന്ന്. ഓ കണ്ടിട്ടുള്ളോണ്ടാണ് കേട്ടാ. അങ്ങനെ ഖത്തറിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സാധനങ്ങൾ പെട്ടിയൊക്കെ പൊട്ടിച്ച് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടി ഈദ് വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഈവനിങ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ചായയൊക്കെ കുടിക്കട്ടെ. ഇത് വീട്ടിലൊരു വ്ളോഗാണ്. ആക്ച്വലി നമ്മളിന്ന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തതാണ്, പക്ഷേ നടന്നില്ല. ടയേർഡാണ്, നല്ല ടയേർഡാണ്. അതുകൊണ്ട് ഇന്ന് പോകണ്ട, നാളെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ലുലുവിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ലുലുവിലൊക്കെ പോവുകയാണെങ്കിൽ ആ ഒരു വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ തന്നെ ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയുകയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കോമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ വേണ്ടി മറക്കണ്ട. ടാറ്റാ ബൈ.